ഫുൾ ബുള്ളറ്റ് ആണല്ലോ. ഡൂക്ക് എടുത്താൽ മതിയായിരുന്നു. പൈനാപ്പിൾ സുന്ദരനല്ല. ഹലോ മോളെ. ഹായ്. ചക്കര കുട്ടിയൊന്ന് മനസ്സ് വെച്ചാൽ. കുട്ടിയുടെ നാളെ ഏതാ? മൂലം. എന്ത് കോലടപ്പാ. ഓ നിന്നോക്കെ ഇതെന്താടെ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മേടിച്ചേ. പറഞ്ഞില്ല തെണ്ടി. ഞങ്ങളോട് നിനക്ക് ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരു ഷഡ്ഡി കൂടി മേടിച്ചിട്ടൂടെ? അതൊക്കെ ആര് കാണാനാ? ഞാൻ കണ്ടല്ലോ ഇപ്പൊ. നീ ഇത്രല്ലേ കണ്ടോളൂ. അങ്ങോട്ട് നോക്കിയേ. നീ എന്നെ പുറകെ നോക്കിയില്ലേ? അച്ഛന്റെ പ്രായം ഉണ്ടല്ലോ. ഹലോ പാജിക്കുട്ട, കണ്ണാപ്പിയാണ്. ഓ മനസ്സിലായി. എന്തിനാ ഇന്ന് പണിയണ്ട? എങ്ങനെ? ഞാനിന്ന് ഫ്രീ ആണെന്ന്. എടാ സെന്റ് ട്രീസസ് കോളേജിലാണ് പണി എന്നിട്ട് വിളിക്കണ 11ാമത്തെ നാറിയാണ്. വെച്ചിട്ട് പോടാ പോടാ മോറ. ലല്ലോടെ പോയത്. മാം, അവിടെ ബാത്റൂമില് അവിടെ ആരോ. പോഞ്ചിക്കുട്ടൻ, മിസ്റ്റർ പാഞ്ചി, വാട്ട് നോൺസെൻസ്. കുട്ടികളുള്ളപ്പോ ബാത്റൂമിലേക്ക് പേടിക്കാൻ ഇവരെ ആരാ പറഞ്ഞു വിട്ടത്? അതേത് നാറിയാണ്? ഇവനെങ്ങനെ ഇവിടെ എത്തി? നിന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ? ഐ വിൽ കോൾ ദി പോലീസ്. ഐ ഒബ്ജക്ഷൻ യുവർ ഓർഡർ. മാഡം, എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. ഇത്രയും പെമ്പിള്ളേര് വരുന്ന ബാത്റൂമാണിത്. അവരുടെ സുരക്ഷയെ മുൻനിർത്തി എന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഞാനാണ് ഇവനെ പ്രത്യേകം നിയമിച്ചത്. മാഡത്തിന് അറിയോ, ഇവൻ ജന്മനോ അനന്തനാണ്. അനന്തൻ. യെസ്, ഹി ഈസ് റിയലി ബ്ലൈൻഡ്. കണ്ണു കണ്ടുവിടുന്നു. കണ്ടാ നിശ്ചല ഛായാഗ്രഹണം കണ്ടാ. അയ്യോ സോറി മിസ്റ്റർ പാഞ്ചി, റിയലി സോറി. മോനെ സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ മാഡം. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. നിങ്ങളെല്ലാം അപ്പുറത്തേക്ക് പോയിക്കോ. മണം പിടിച്ച് നീ ഇവിടം വരെ എത്തിയടാ ലെമട്ടി മോനെ. എന്നിട്ട് കിന്നാരത്തുമ്പിലെ ഡയലോഗ്. നിന്നെ ആരോടാ ഇങ്ങോട്ട് വിളിച്ചത്? ലല്ലൂനൊരു കൂട്ടിന്. എന്നിട്ട് ലല്ലോടെ നീ ഇവിടെ പണിയെടുക്കാൻ വന്നതാണ്. നിന്നെ സ്പാർക്ക് നോക്കാൻ കൊണ്ടുവന്നതല്ലേ? നെല്ല് തേടി എലിയും പുല്ല് തേടി പശുവും എല്ല് തേടി പട്ടിയും അങ്ങോട്ട് ചെല്ലണം. പിന്നെ ലല്ല് മാത്രം എന്തിനിവിടെ നിക്കണം? എനിക്ക് നോക്കാൻ നാണോ പാഞ്ചിക്കോട്ട? വന്നു ശരിയാവൂല. ഇത് വെക്കട്ടെ പാഞ്ചിക്കോട്ട. പെയിന്റ് മാട്ട. സകല സുന്ദരികളും മലവെള്ളപ്പാച്ചിലെ ഉണക്കത്തേങ്ങ പോലെ ഒഴി നടക്കുന്ന സ്ഥലമാണിത്. സ്പാർക്ക് ഉള്ളതിനെ നോക്കി നീ സെലക്ട് ചെയ്യേ. ഒരക്കണ് പിന്നെയും ദൈവമേ, ഇത്രയും ആത്മാർത്ഥമുള്ള ഒരു പണിക്കാരന് ലോകത്ത് ഒരു മേസ്ത്രിക്കും കൊടുക്കല്ലേ. നോക്കാം. സ്പാർക്കില്ല. ഉറപ്പായിട്ട് സ്പാർക്കായി കാണും. സ്പാർക്കും അതും തോന്നുന്നില്ല. നല്ല നാടൻ സ്പാർക്ക്. ഇതിനാ ഇഷ്ടമായി കാണും അല്ലേ? പക്ഷേ ഓ എന്റെ പൊന്നെ, പച്ചക്കാര
കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ചിഞ്ചു, ഞാൻ നിന്നൊരു കവിത പാടട്ടെ? ഓ വേണോന്നില്ല ഏട്ടാ. അല്ല, കവിതയും കൂടി പാടാം. എനിക്കുണ്ടൊരു മുത്തശ്ശി, കഥകൾ പറയും മുത്തശ്ശി, എന്നെ ഉറക്കും മുത്തശ്ശി, പക്ഷെ ഇപ്പ വൃദ്ധസദനത്തിലാണ് മുത്തശ്ശി. പോയേ എല്ലാരും ക്ലാസ്സിൽ പോയേ. ചീത്താവല്ലേ? ചെല്ലു ചെല്ലു. എടാ മഹാബാബി, സ്വന്തം അമ്മൂമ്മനെ വൃദ്ധസദനത്തിലാക്കിയിട്ട് കവിത ഇല്ലണ. എടാ ജനത വീട്ടിൽ നീ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ സ്പാർക്ക് നോക്കണ്ടേ? നീ എന്തിനാ സ്പാർക്ക് നോക്കണ? അത് നോക്കല്ല അല്ലൂല്ലേ? എടാ അവനെ ഇവിടെ നിപ്പുണ്ട്, അവന് നോക്കാൻ വേണ്ടിട്ട് ഞാൻ ആളെ കൂട്ടിയാണ്. അവനെവിടെ? ഏ, എവിടെ? അവിടെയാണ്. ആ അവിടെ. ഇത് ടീച്ചർമാരെ സ്റ്റാഫ് മുറിയാണ്. ആ ശരിയാണല്ല. എന്നാലും ചെല്ലി വെല്ലം മലര അവല പൊരിയൊക്കെ കിട്ടുകയാണെങ്കില. വേണ്ട വാചകട്ടെ, വേണ്ട. അത് ശരിയാവൂല. എന്താ? ഇതിന്ന് ആരെങ്കിലും സ്പാർക്കിച്ചാ? സ്പാർക്ക് മാത്രമില്ല, ഒരാളെ പോലും കണ്ടില്ല. ഒരെണ്ണത്തിന് പോലും കിട്ടിയില്ല. സാരല്ല, നമുക്ക് വേറെ നോക്കാം.